Welcome back once again to iPlus Training Solutions. So set ഹിന്ദിയുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവരെയും once again വെൽക്കം ചെയ്യാണ്. സോ നമ്മൾ ഓൾറെഡി സിലബസ് മൊത്തം കവർ ചെയ്ത ക്ലാസ്സസ് ഒക്കെ കണ്ടു കഴിഞ്ഞു, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു നമ്മുടെ ഒരു എബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ളത് കൂടിയാണ്. അതിന് പുറമെ നമ്മൾ പരിചയപ്പെടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്ക് നോക്കിപ്പോകാം. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ആദ്യത്തേത് കഹാനി ലേഖനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. രാജാ ഭോജ് കാ സപ്ന കഹാനി കെ ലേഖക് കോൻ ഹെ? രാജാ ഭോജ് കാ സപ്ന എന്ന് പറയുന്ന കഹാനിയുടെ ലേഖക് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നത് രാജാ ശിവപ്രസാദ് സിത്താരെ ഹിന്ദ്, അദ്ദേഹത്തിന്റെ ഉപനാമാണ് സിത്താരെ ഹിന്ദ് എന്ന് കൂടി ചോദിക്കാറുണ്ട്. ഡോക്ടർ ശിവപ്രസാദ് സിംഹ്, കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിം പേരിലുള്ള രണ്ട് വ്യക്തികൾ തന്നിട്ടുള്ളത്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, രാജാ ലക്ഷ്മൺ സിംഗ്. ഓക്കെ, ഇതിൽ ആരാണ് രാജാ ഭോജ് കാ സപ്ന എന്ന് പറയുന്ന കഹാനി എഴുതിയിട്ടുള്ളത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, രാജാ ശിവപ്രസാദ് സിത്താരെ ഹിന്ദ്. അല്ലെ, നമുക്ക് ശിവപ്രസാദ് മാത്രമേ ഓർമ്മയുള്ളെങ്കിൽ നമ്മൾ ഓപ്ഷൻ ബിയിലേക്കും പോകാനായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ നമുക്ക് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. ഇതിന്റെ ഉത്തരം വരുന്നത് രാജാ ശിവപ്രസാദ് സിത്താരെ ഹിന്ദ് ആണ് കേട്ടോ. രാജാ ഭോജ് കാ സപ്ന. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ശിവപ്രസാദ് സിത്താരെ ഹിന്ദും അല്ലെങ്കിൽ ഈ കഹാനിയൊക്കെ ആയി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം അല്ലെങ്കിൽ റീകോൾ ചെയ്യാം. ഈ കഹാനി സൺ 1856 ഈമേം ഹുയി. 1856 ഈ കഹാനിയുടെ പ്രകാശൻ വർഷം വരുന്നത്. ശിവപ്രസാദ് സിത്താരെ ഹിന്ദ് കാ ജന്മകാൽ സൺ 1823 to 1895. ഓക്കെ, ഈ കഹാനി വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രകാശൻ വർഷം നോക്കി വെക്കണം. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവൻകാൽ അല്ലെങ്കിൽ ജന്മകാൽ അല്ലെ എന്ന് പറയുന്നത് 1823 മുതൽ 1895 വരെയാണ് കേട്ടോ. അപ്പൊ അതേതാ പീരീഡ് എന്നും കൂടെ ഓർത്ത് വെക്കാം. എനിക്ക് അന്യരചനായി ആലസ്യോം കി കോഡ, ആക്ച്വലി ക്രീഡ എന്നാണ്. ആലസ്യോം കാ ക്രീഡ, ഇതിഹാസ് തിമിർ നാശക്, വാമ മനോരഞ്ജൻ, ഭൂഗോൾ ഹസ്താമലക്. ഓക്കെ, ഇത്രയാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഹാനികൾ വരുന്നത്, രചനകൾ വരുന്നത്. ഓക്കെ, മറ്റൊരു പോയിന്റ്, സിതാരെ ജി ഭാരതേന്ദു ഹരിചന്ദ്ര കെ സാഹിത്യക് ഗുരു ഹെ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഭാരതേന്ദു ഹരിചന്ദ്രന്റെ സാഹിത്യ ഗുരു ആരാണ്? സിതാരെ ഹിന്ദ് ആണ് കേട്ടോ. आचार्य शुक्ल के अनुसार सितारे हिंद जी हिंदी में अरबी फारसी के स्वच्छंद प्रयोग के पक्षपाती थे. ओके, आचार्य रामचंद्र शुक्ल के अनुसार अरबी फारसी स्वच्छंद प्रयोग के पक्षपाती कौन है എന്നുള്ള രീതിയിലും ചോദ്യം വരാം. അത് നമ്മുടെ ശിവപ്രസാദ് സിത്താരെ ഹിന്ദ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിന്റെ ഉപനാമം പോലെയാണ് സിത്താരെ ഹിന്ദ് വരുന്നത്. അദ്ദേഹത്തിന്റെ അസലി നാമം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു പോയിന്റ്, सितारे हिंद के ही समकालीन राजा लक्ष्मण सिंह 1826-1896 थे, जो राजा लक्ष्मण सिंह हिंदी में संस्कृतनिष्ठ शब्दावली का प्रयोग समकालीन में किया है. ओके, प्रयोग से सम है. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മൾ ശിവപ്രസാദ് സിത്താരെ ഹിന്ദുമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു ചോദ്യം, പ്രേംചന്ദ് അല്ലെ, നമുക്കറിയാം ഉപന്യാസ സമ്രാട്ടായിട്ടുള്ള പ്രേംചന്ദ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഹിന്ദി സാഹിത്യത്തിൽ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കഹാനിയിൽ തന്നെ വരുന്നൊരു ചോദ്യമാണ്. പ്രേംചന്ദ് കി കഹാനിയോം കി സംഖ്യ ലഗ്ഭഗ് കിത്തിനി ഹെ? ലഗ്ഭഗ് ആണ് കേട്ടോ, കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല. എങ്കിലും പ്രേംചന്ദിന്റെ കഹാനിയുടെ സംഖ്യ എത്ര എന്നാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ 200, ഓപ്ഷൻ ബി 300 ആണ്, ഓപ്ഷൻ സി വരുന്നത് 400, ഓപ്ഷൻ ഡി വരുന്നത് 500. ഓക്കെ, 200, 300, 400, 500. എത്രയാണ് പ്രേംചന്ദിന്റെ കഹാനികളുടെ സംഖ്യ? കിട്ടിയോ? ഓക്കെ, ഉത്തരം നോക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, 300 ആണ്. ഏകദേശം 300ഓളം കഹാനികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആദ്യത്തെ കഹാനി ഏതാണ്, അവസാനത്തെ കഹാനി ഏതാണ്, അല്ലെങ്കിൽ ഒരു വിഷയം തന്നിട്ട് ഈ വിഷയം പ്രതിപാദിക്കുന്ന കഹാനി ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരാറുണ്ട് പ്രേംചന്ദുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതേപോലെ തന്നെയാണ് ഉപന്യാസം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് പ്രേംചന്ദിന്റെ കുറച്ച് കഹാനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രേംചന്ദിന്റെ ജീവനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാം. ജസ്റ്റ് ഒരു റീകോൾ ആയിട്ട് എടുത്താൽ മതി. സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള
ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് പ്രേംചന്ദ്. സോ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ओके, प्रेमचंद का जन्म काल 1880 to 1936 ഈ में हुआ. 1880 മുതൽ 1936 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ കാലം. ഇദ്ദേഹത്തിന്റെ നിധൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. ബിക്കോസ് ആ വർഷമാണ് നമ്മുടെ പ്രഗതിശീൽ സംഘയ്ക്ക് സ്ഥാപന ഉണ്ടാകുന്നത്. ആദ്യത്തെ അധ്യക്ഷനായിട്ട് പ്രേംചന്ദ് ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഇൻകാ മൂൽ നാം ധൻപത് റായ് ഓർ നവാബ് റായ് था, അല്ലെ ധൻപത് റായ് എന്നും നവാബ് റായ് എന്നും ഉറുദുവിലും അദ്ദേഹത്തിന്റെ പേരുണ്ട്. അപ്പം വേറെ ചോദ്യം ചോദിക്കാറുള്ളത് അദ്ദേഹത്തിന് പിന്നീട് പ്രേംചന്ദ് എന്ന പേര് കിട്ടിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പേര് കൊടുത്തത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ദയാനാരായണൻ നിഖം ने इन्होंने प्रेमचंद नाम दिया. അതും ഒരു പോയിന്റ് തന്നെയാണ് ഇതിൽ ആഡ് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ. प्रेमचंद की उर्दू में लिखी कहानियां इश्के दुनिया हुब्बे वतन सन 1908 में प्रकाशित हुई. അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഹാനി എന്ന് ചോദിച്ചാൽ അത് ഉറുദുവിലാണ്. प्रेमचंद की उर्दू कहानियों का प्रथम संग्रह सच्चे वतन नाम से सन 1908 में प्रकाशित हुआ. इस संग्रह का कुल 5 कहानियां संग्रहित है. ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ, സച്ചേ വതനും എത്ര കഹാനി ഉണ്ടെന്നൊക്കെ. प्रेमचंद की इस कहानी किताब सच्चे वतन को ब्रिटिश शासन द्वारा जब्त कर लिया. അപ്പൊ ആ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്രേംചന്ദിന്റെ ഏത് രചനയാണ് ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തത്, ജപ്ത് ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് സച്ചേ വതനാണെന്ന് കൂടെ ഓർത്തു വെക്കാം. ക്ലിയർ അല്ലേ? ओके, कुछ पॉइंट കൂടി നോക്കാം. हिंदी भाषा और देवनागरी लिपि में प्रेमचंद की पहली कहानी साउथ 1915 में. ഹിന്ദി ഭാഷയിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഹാനി എന്ന് ചോദിച്ചാൽ സൗത്ത് ആണ്. इसकी अंतिम कहानी അതും ചോദിക്കാറുണ്ട്. 1936 അദ്ദേഹത്തിന്റെ മരണ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അന്തിം കഹാനിയാണ് കഫൻ. ഓക്കെ, ഇനി പഞ്ചപരമേശ്വർ മറ്റൊരു കഹാനിയാണ്. കഹാനി ഘടനാ പ്രധാനാണ്, ഘടനാ പ്രധാൻ. इसमें प्रेमचंद जी ने न्याय प्रियता के उच्च आदर्श को स्थापित किया है. प्रेमचंद की प्रसिद्ध कहानियां नमक का दारोगा, मंत्र, दो बैलों की कथा, पंचपरमेश्वर, भिड़ेगर की बेटी, ईदगाह, पुस्की रात, ठाकुर का कुआं, बड़े भाई साहब, नशा, हार की जीत आदि കൈ പ്രസിദ്ധ കഹാനിയ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഹാനിയുടെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ക്യാരക്ടേഴ്സും ഇതിന്റെ വർഷം ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ക്യാരക്ടേഴ്സ്, ഘട, എന്താണ് കോണ്ടന്റ് വരുന്നത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ. പുസ്കി റാത്ത് കഹാനി കാ പാത്ര ഹൽക്കു और उसके कुत्ते का नाम ഛപ്ര रहता है. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പുസ്കി റാത്ത് കഹാനിയിലെ ഛപ്ര എന്താണ്, ഒരു കുത്തയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ നമ്മളുടെ ഈ ഒരു ഭാഗത്തുനിന്ന് പ്രേംചന്ദിൽ നിന്ന് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഓർമ്മ കിട്ടാത്തവർ ആ പോർഷൻ ഒന്നുകൂടെ റീസ്കോൾ ചെയ്യാം കേട്ടോ. കഫൻ, കഫൻ കഹാനി के पात्र घीसू और माधव. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഹാനി തന്നെയാണ്. जो बहू की लाश के लिए कफन खरीदने के पैसा से शराब और पूंठियां खा रहता है. नमक का दारोगा कहानी भ्रष्टाचार के खिलाफ ईमानदारी की कथा है. അങ്ങനെ ചോദിക്കാം. ഭ്രഷ്ടാചാർ के विरुद्ध അല്ലെങ്കിൽ ഭ്രഷ്ടാചാർ के खिलाफ ईमानदारी की कथा ഇൻമീം കോൺസി ഹെ, പ്രേംചന്ദിന്റെ ഏത് കഹാനിയിലാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കതാരോഗ്യമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യമാണ് രാജ നിറംബസിയ കഹാനിക്ക് ലേഖക് ഹോൻ. ഇതും എഗെയിൻ കഹാനിയിൽ നിന്ന് തന്നെയാണ് അല്ലെ. രാജ നിറംബസിയ എന്ന് പറയുന്ന കഹാനിയുടെ ലേഖക് ആരാണ്? ഓപ്ഷൻ എ രാജേന്ദ്ര യാദവ്, ഓപ്ഷൻ ബി കമലേഡർ, കമലേഡർ അല്ല ആക്ച്വലി അത് കമലേശ്വർ ആണ് കേട്ടോ, കമലേശ്വർ. ഹരിശങ്കർ പത്സായി, ഓപ്ഷൻ ഡി രവീന്ദ്ര കാളിയ. രാജ നിർബൻസിയ ആരാണ്? കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കമലേശ്വർ ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് ചെയ്ത് വായിക്കണേ. കമലേശ്വർ ആണ് ഈ ഒരു കഹാനിയുടെ ലേഖകൻ. നോക്കാം കമലേശ്വരന്റെ കഹാനിയും മറ്റു കഹാനികളെ പറ്റിയും അതുപോലെ തന്നെ രാജ നിർബസിയെ പറ്റിയൊക്കെ. कमलेश्वर समांतर कहानी 1972 के प्रवर्तक कहे जाते हैं. ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി നമുക്ക് കിട്ടിയും. समांतर कहानिയുടെ പ്രവർത്തകനായ कमलेश्वर. इस कहानी आंदोलन को की शुरुआत सरिका पत्र से हुआ. इम्पोर्टेंट ആണ്, സരിക അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കണം. समांतर कहानी कमलेश्वर सरिका पत्रिका. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കുറച്ച് കഹാനി ആന്തോളൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്.
राजेंद्र यादव का ऑप्शन നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. नई कहानी 1956 आंदोलन के 3 प्रवर्तक है जो कुछ है राजेंद्र यादव, मोहन राकेश, कमलेश्वर. ओके. सन 2000 में कितने पाकिस्तान उपन्यास के लिए साहित्य अकादमी पुरस्कार दिया गया है? കമലേശ്വറിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. കിത്തിനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഉപന്യാസം 2003 അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്? സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടുന്നു. कमलेश्वर ने एक रिपोर्टाज भी लिखा है. रिपोर्टाज എഴുതിയിട്ടുണ്ട്. क्रांति करते हुए आदमी को देखना. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. इनके यात्रा साहित्य ഖണ്ഡിത യാത്രയും കശ്മീർ സാത്ത് കെ ബാത് ഇതൊക്കെ അദ്ദേഹത്തിന്റെ കിത്തിനെ പാകിസ്ഥാൻ ഇതൊക്കെ അദ്ദേഹത്തിന്റെ യാത്രാവൃത്തം കൂടിയാണ്. ഓക്കെ, അപ്പൊ അതും കൂടെ ആഡ് ചെയ്ത് പഠിക്കുക. അതിന്റെ കൂടെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സമാന്തർ കഹാനി, അതുപോലെ തന്നെ മറ്റ് കഹാനി ആന്തോളനുകളൊക്കെ ഉണ്ട്. സഹജ് കഹാനി, സക്രിയ കഹാനി, ഇതിന്റെയൊക്കെ പ്രവർത്തകരെയൊക്കെ നോക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി അദ്ദേഹത്തിന് തന്നെ കുറച്ച് ഉപന്യാസങ്ങളും കഹാനി സംഗ്രഹങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഉപന്യാസ് ഏക് സഡക് 57 ഗലിയ 1957 ഠാക് ബംഗ്ല, ലൗട്ടെ ഹുയെ മുസാഫിർ, സമുദ്രമേം ഖോയാ ഹുവാ ആദ്മി, കാലിയാന്തി, ഇമ്പോർട്ടൻ്റ് ആണ് കാലിയാന്തി, കിത്തിനെ പാകിസ്ഥാൻ. ഇനി വരുന്നത് കഹാനി സംഗ്രഹങ്ങളാണ്. രാജ നിർബസിയ നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നതും അതാണ് അല്ലേ. കസ്ബെ കാ ആദ്മി, ഖോയി ഹുയി ദിശായെ, മാംസ് കാ ധരിയ, ഭയാൻ, ആസാദി മുബാറക്, ഇൻകി നൗലി ചീൽ കഹാനി ബി ബൃഹത് പ്രസിദ്ധ ഹെ. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് 3 ഭാഗങ്ങളാണ് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ആത്മകഥ 3 ഭാഗോं में प्रकाशित है. जो मैंने जिया 1992, यादों का चिराग 1997, जलती हुई नदी 1999. ഓക്കെ, സംസ്മരണാണ് മേരെ ഹംദം മേരെ ദോസ്ത്. ഇനി അദ്ദേഹത്തിന്റെ ഡയറിയാണ് ദേശ് ദേശത്ത് 1992. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞെന്ന് മാത്രമാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ കമലേശ്വറൊക്കെ. അപ്പോൾ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. 4ാമത്തെ ചോദ്യം, ഇത് നമ്മുടെ രീതി പീരീഡിലേക്ക് നമ്മൾ തിരിച്ച് ഫ്രണ്ടിലേക്ക് വരാണ്. ഇഷ്കനാമ ഓർ വിരഹ് വാരിഷ് കെ രചനാകാർ കോൻ ഹെ? ഇഷ്കനാമയും വിരഹ് വാരിഷും ആരുടെ രചനയാണ്? ഓപ്ഷൻ എ ഘനാനന്ദ്, ഓപ്ഷൻ ബി ബോധ, ഓപ്ഷൻ സി ആലം ആൻഡ് ഓപ്ഷൻ ഡി വരുന്നത് ഠാക്കൂർ. ഇഷ്കനാമ വിരഹ് വാരിസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, ബോധ. ഓക്കെ, സോ നോക്കാം 2-3 ഫാക്ട്സ് അതുമായി ബന്ധപ്പെട്ടിട്ട്. ഇഷ്കനാമ വിരഹി സുബാഹ് ദമ്പതി വിലാസ് അല്ലെ, അതാണ് കണ്ടന്റ് വരുന്നത്. വിരഹ് വാരിസ് മാധവനാനന്ദ് കാമകന്ദള ചരിത്. ഓക്കെ, ഇത്രയുമെങ്കിലും അത് വെച്ച് ഓർത്ത് വയ്ക്കാം. പിന്നീട് നമുക്കറിയാം രീതിഭക്ത്, രീതിമുക്ത്, രീതിസിദ്ധ കാവ്യധാരയില് രീതിമുക്തിയിൽ വരുന്ന ആളാണ് ബോധ. പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റ് രചനകള്, അതുപോലെ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ള ഠാക്കൂർ, ആലം, എല്ലാവരുടെയും രചനകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഓർത്തെടുത്ത് പഠിക്കുക കേട്ടോ. 5ാമത്തെ ചോദ്യം, निम्नलिखित में किस कवि की रचना में फागोत्सव का वर्णन अधिक मिलता है? താഴെ പറഞ്ഞിട്ടുള്ളവയിൽ ആരുടെ രചനയിലാണ് ഫാഗോത്സവ് അധികമായിട്ട് കാണാനായിട്ട് സാധിക്കുക? ഓപ്ഷൻ എ കവിഗംഗ, ഓപ്ഷൻ ബി സൂർദാസ്, ഓപ്ഷൻ ഡി സി പത്മാകർ ആൻഡ് ഓപ്ഷൻ ഡി ബേനി പ്രവീൺ. ഓക്കെ, ഇവിടെയെന്ന് തോന്നുന്നു ഉത്തരം വരുന്നത് പത്മാകർ ആണ് കേട്ടോ. ഫാഗോത്സവ് കൂടുതലായിട്ട് കാണുന്നത് പത്മാകറിന്റെ രചനയിലാണ്. ഓക്കെ, നോക്കാം. पद्माकर का काव्य सौंदर्य ഋതുവോ और त्योहारों के साथ जीवन को मिलने में. ഇപ്പൊ ഫാഗോത്സവം എന്ന് പറയുമ്പോൾ അല്ലെ ഋതുവർണ്ണനയൊക്കെയാണ്. അത് മാത്രമല്ല, ത്യോഹാറും ഋതുവർണ്ണനയും മാത്രമല്ല, അതുപോലെ തന്നെ ജീവിതത്തോട് കൂടി ചേർന്നിട്ടുള്ള രചനകളായിരുന്നു നമ്മുടെ പത്മാകർ എഴുതിയിട്ടുണ്ടായിരുന്നത്. इससे उसमें रस आता है, जाता है, जीवन जीने योग्य बनाते हैं. बुंदेलखंड की लोक जीवन में फागोत्सव का विशेष महत्व है. बुंदेलखंड लोक जीवन फागोत्सव में വളരെയധികം महत्वമുണ്ട്. उनकी रचनाओं में बसी यह लोक संस्कृति काव्य को
उल्लास के रंग में बोर जाती है. उनकी रंजनाവും का मूल स्वर उसी उल्लास में और मस्ती में है. ഇതൊരു കഥനാണ്, നമ്മുടെ ബച്ചൻ സിംഗ് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, പത്മാകറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഫാഗ് का ഉദാഹരണം, ഓക്കെ, നമ്മുടെ പത്മാകറിന്റെ ഫാഗോത്സവവുമായി ബന്ധപ്പെട്ട രചനകളിലുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉദ്ധമ ഏസോ മച്ചോ വ്രജമേ സഭേ രംഗ് തരംഗ ഉമംഗനി സിഞ്ചേ. ഓക്കെ, ഇപ്പൊ ഈ ഒരു ലൈൻ തന്നിട്ട് ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫാഗോത്സവം എഴുതാം, ആരുടെയാണെന്ന് ചോദിച്ചാൽ പത്മാകറിന് എഴുതാം. ആറാമത്തെ ചോദ്യം, तुलसीदास के प्रामाणिक ग्रंथ की संख्या कितनी है? തുളസീദാസ് ഭക്തി പീരീഡിൽ രാം ഭക്തി ശാഖയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേഖകനാണ് തുളസീദാസ്. രാംചരിതമാനസ് അല്ലെ, പാർവതി മംഗൾ, ജാനകി മംഗൾ പോലുള്ള ഇമ്പോർട്ടൻ്റ് രചനകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അദ്ദേഹത്തിന്റെ പ്രാമാണിക് ഗ്രന്ഥങ്ങളുടെ സംഖ്യ എത്ര എന്നാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ വരുന്നത് 8, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 12 ആൻഡ് ഓപ്ഷൻ ഡി വരുന്നത് 20. 8 ആണോ 10 ആണോ 12 ആണോ 20 ആണോ തുളസീദാസിന്റെ പ്രാമാണിക് ഗ്രന്ഥങ്ങളുടെ എണ്ണം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 12 ആണ്. 12 അല്ലെ, 12 പ്രാമാണിക് ഗ്രന്ഥ തുളസീദാസ് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നോക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. തുളസീദാസ് का जन्म 1532 सन 1532 में भांता जिले के राजापुर ग्राम में हुआ. അദ്ദേഹത്തിന്റെ മറ്റ് പ്രമുഖ രചനകളാണ് പറയുന്നത്. രാംചരിത് മാനസ് അതൊരു പ്രബന്ധ കാവ്യാണ്, അവധി ബോലിയാണ്. ഈ രീതിയിൽ തന്നെ ചോദിക്കാട്ടോ, അവധിയിൽ ഭാഷയിൽ അല്ലെങ്കിൽ രാംചരിത് മാനസിന്റെ ഭാഷ ഏതാണ്, അതേത് വിധിയിൽ വരുന്നതാണ്? പ്രബന്ധാണ് രാംചരിത മാനസ്. അവധി ഭാഷ. 7 കാണ്ടുണ്ട്, എത്ര കാണ്ടുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ബർവേ രാമായൺ, മുക്തകാവ്യ, അവധി ബോലി, 7 കാണ്ട്. ബർവേ ചന്ദ് മീം ലിഖി ഗയി ഹെ, അങ്ങനെയും ചോദിക്കാറുണ്ട്. ബർവേ ചന്ദിൽ എഴുതിയിട്ടുള്ളത് ഏതാണ്? ബർവേ രാമായൺ. മൂന്നാമത്തെ വരുന്നത് ഗീതാവലി, ഗീതികാവ്യാണ്, വ്രജഭാഷയാണ്, 7 കാണ്ട് തന്നെയാണ്. കവിതാവലി മുക്തക്കാണ്, വ്രജഭാഷ 7 കാണ്ട്, കൂടുതലായിട്ടും വ്രജാണ്. വിനയപത്രിക, ഗീതികാവ്യ, വ്രജഭാഷ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ സൂർദാസിന്റെ ഓർത്ത് വയ്ക്കും. ഇനിയുണ്ട് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇത്രയാണ്. 12 എണ്ണം പ്രാമാണികാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഏഴാമത്തെ ചോദ്യം പരിചയപ്പെടാം. നിമ്നലിഖിത में कौन तारसप्तक का कवि नहीं है? ഓക്കെ, നമ്മുടെ അഖയുടെ സമ്പാദനത്തിൽ 1943 താരസപ്താഹിന്റെ പ്രകാശനം ഉണ്ടാവുകയാണ്. അപ്പൊ അതിൽ 7 കവികളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പം താഴെ കൊടുത്തവയിൽ കോൻ നഹി ഹെ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ താരസപ്താഹിലെ കവി അല്ലാത്തതാരാന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രാംവിലാസ് ശർമ്മ, ഓപ്ഷൻ ബി മുക്തിബോധ്, ഓപ്ഷൻ സി പ്രഭാകർ മാശ്വേൻ, ഓപ്ഷൻ ഡി വരുന്നത് കേദാർനാഥ് സിംഗ്. ഇതിൽ ആരാണ് താരസപ്താഹിലെ കവി അല്ലാത്തത്? അല്ലെ, ഒരു ഡൗട്ടും ഇല്ല, നമ്മൾ പറയേണ്ട ഒരു ഉത്തരമാണിത്. കേദാർനാഥ് സിംഗ്. ഇതൊക്കെ ഒരു ക്ലൂ വെച്ച് നമ്മൾ പഠിക്കണം. 4 സപ്താഹിലെയും വർഷവും അതിലെ കവികളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, നോക്കാം മറ്റു ഫാക്ട്സ്. ആഖ്യനെ സപ്തഹോം കാ സമ്പാദൻ കിയാ ഹെ. താരസപ്താഹിന്റെ സമ്പാദനം ചെയ്യുന്നത് അഖ്യയാണ്. പിന്നീട് ദൂസറ, തീസറ, 14 സപ്താഹ ഒക്കെ ഉണ്ട്. പ്രയോഗവാദ് പർ അസ്തിത്വവാദി ദർശൻ കാ പ്രഭാവ് ഹെ. പ്രയോഗവാദിലാണ് താരസപ്താഹ വരുന്നത്. പ്രയോഗവാദിന് അസ്തിത്വവാദി ദർശനം ഉണ്ട്, അതിന്റെ ഒരു പ്രഭാവത്തിൽ നിന്നാണ് വരുന്നത്. സഭി പ്രയോഗവാദി കവിയോं की कविताएं पहले सप्ताह यानी तारसप्ताह में प्रकाशित है. आलोचक नंद दुलारे वाजपेयी ने प्रयोगवाद को बैठे ढाले का धंधा कर आलोचना की. അങ്ങനെ ചോദിക്കാറുണ്ട്, പ്രയോഗവാദിനെ ബൈഠേ ഠാൽ കാ ധന്ദ എന്ന് പറഞ്ഞത് ആരാണ്? ദുലാരെ വാജ്പേയി ആണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ആലോചക് നന്ദ ദുലാരെ വാജ്പേയിനെ ബൈഠേ ढाले का धंधा किस समय को कहा, അല്ലെങ്കിൽ ഏത് വാദിനെയാണ് പറഞ്ഞത് എന്നും ചോദിക്കാം. പ്രയോഗവാദ് की प्रमुख प्रवृत्तियां എന്ന് പറയുമ്പോൾ अहमवादी प्रवृत्ति की प्रधानता, यथार्थवाद का प्रबल आग्रह, निराशवाद, बौद्धिकता की प्रचुरता, उपमानों की नवीनता, സാധാരണ വിഷയവും കാ നിരൂപണം. ഇത്രയും നമുക്ക് ആ ഒരു പ്രയോഗവാദിന്റെ സവിശേഷതകളായിട്ട് പറയാം. ഇത് മാത്രമല്ല മാർക്സ്വാദ് പ്രഗതിവാദാണ് മാർക്സ്വാദ ദർശനം ആയിട്ട് ബന്ധമുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഓർത്തെടുക്കാതെ ഇനി താരസപ്താഹിലെ കവികളെ കുറിച്ച് പറയാണ്.
താര സപ്തഹ का आशय पहला സപ്തഹിനെയാണ് താര സപ്തഹം എന്ന് അറിയപ്പെടുന്നത്. समय 1943 ईस्वी में है. इस पहले सप्ताह में शामिल कवियों को राहुम का अन्वेषी कहा गया है. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. राहुम का अन्वेषी किसे माना जाता है? तारा सप्ताह के कवियों को. इस सप्ताह के कवि निम्न है. ആരൊക്കെയാണ്? അഖേയ്, മുക്തിബോധ്, നേമിചന്ദ്ര ജെയിൻ, ഗിരിജ കുമാർ മാഥൂർ, രാംവിലാസ് ശർമ്മ ആണ് 5 പേര്. ആഖേയ് ആംഗൻ കെ പാർദ്വാർ, കിത്തനെ നാവുമേ കിത്തനെ ബാർ, കിത്തനെ രചനകൾ ജസ്റ്റ് നോട്ട് ചെയ്തു എന്ന് മാത്രം. മുക്തിബോധ് ചാന്ദ് കാ മുഹട്ടേട്ട ഹേ, ഭുരി ഭുരി ഖാഗ്ദുൽ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനി ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. നേമിചന്ദ്ര ജെയിൻ, ഗിരിജ കുമാർ മാഥൂർ, രാംവിലാസ് ശർമ്മ. ഇത് നമ്മൾ ഒരു ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ആഖേയ് മുക്തി കിട്ടാൻ വേണ്ടി നേമി ഗിരിജയുടെ കൂടെ എങ്ങനെ പോയി? രാമിന്റെ ഒപ്പം പ്രഭാതത്തിൽ ഭാരതത്തിലേക്ക് പോയി. പ്രഭാകർ മാശ്വേ, ഭരത് ഭൂഷൺ അഗ്രവാൾ, ഇങ്ങനെ 7 പേരാണ്. പിന്നീട് ഇവിടെ ഒരു ഷോർട്ട് ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്, പറയാൻ പറ്റുന്നത് അല്ലെ. ഇത് മാത്രം പഠിച്ചാലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. കവിയോं के नाम के प्रथम अक्षर को मिलाकर एक सूत्र बना है से അമുനെ ഗിരാ പ്രഭ. അമുനെ ഗിരാ പ്രഭ, അതും കൂടെ ഓർത്ത് വെക്കാം. അത് പഠിച്ചാലും മതി. നിങ്ങൾ എന്തെങ്കിലും ഒരു ഹിന്റ് വെച്ച് തന്നെ അത് പഠിക്കുക കേട്ടോ, അല്ലെങ്കിൽ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രകാശൻ വർഷം ഓർത്ത് വെക്കുക 1943. ദൂസറ സപ്തഹ് വരുന്നത് 51-ലാണ്. പിന്നീട് 59, 79, ഇങ്ങനെ 4 വർഷങ്ങളും ഓർത്ത് വെക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നമ്മുടെ പാശ്ചാത്യ കവിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഭാരതീയ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പാശ്ചാത്യ കവിശാസ്ത്രം. पाश्चात्य कविशास्त्र में द सेक्रेड वुड समालोचना पुस्तक के लेखक कौन है? द सेक्रेड वुड എന്ന് പറയുന്ന സമാലോചന പുസ്തകം എഴുതിയതാരാണ്? ഓപ്ഷൻ എ റിച്ചാർഡ്സ്, ഓപ്ഷൻ ബി കോൾറിഡ്ജ്, ഓപ്ഷൻ സി ഇലിയറ്റ് ആൻഡ് ഓപ്ഷൻ ഡി വരുന്നത് വേർഡ്സ്വർത്ത്, വില്യം വേർഡ്സ്വർത്ത്. ഇതിൽ ആരാണ് പാശ്ചാത്യ കാവ്യശാസ്ത്രത്തിൽ ദ സേക്രഡ് വുഡ് എന്ന് പറയുന്ന രചന എഴുതിയത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇലിയറ്റ് ആണ് കേട്ടോ. ടി.എസ്. ഇലിയറ്റ് ആണ് ദ സേക്രഡ് വുഡ്. ഓക്കെ, നമ്മളിങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടി പറയാറുണ്ട്, വുഡ് കത്തിച്ച് ഇഡലി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇലിയറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ഇലിയറ്റ്. ഓക്കെ, കുറച്ച് ഫാക്ട്സ് നോക്കാം. പുസ്തക പ്രകാശൻ വർഷം പഠിക്കുന്നത് ഓർഡർ ആക്കാനും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുസ്തക പ്രകാശൻ വർഷം होता है 1920 में. इलियट की समालोचना पुस्तकों के अलावा उनकी कविता पुस्तकें निम्न है. അദ്ദേഹത്തിന്റെ സമാലോചനാ പുസ്തകമാണ് ദ സേക്രഡ് വുഡ്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അതല്ലാതെ അന്യ കവിതാ പുസ്തകം ചോദിക്കുകയാണെങ്കിൽ ദ ലവ് സോങ് ഓഫ് എൽഫർഡ് ഫുഫാക് 1915-ലാണ്. ദ സേക്രഡ് ലാൻഡ് ദ വെസ്റ്റ് ലാൻഡ് 1922. ദ ഫാമിലി റിയൂണിയൻ 1939. ദി കോക്ടെയിൽ പാർട്ടി 1950s. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കവിതാ പുസ്തകങ്ങളാണ്. ഓക്കെ, 9ാമത്തെ ചോദ്യം നോക്കാം. നിമ്നമേ കോൺസ കാവ്യഹേതു നഹി ഹെ? കാവ്യഹേതു അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വ്യുത്പത്തി, അഭ്യാസ്, പ്രേരണ, സമാധി. കാവ്യലക്ഷൺ, കാവ്യഗുണ, കാവ്യദോഷ, കാവ്യഹേതു ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാവ്യഹേതു അല്ലാത്തത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി പ്രേരണയാണ് കേട്ടോ. പ്രേരണയാണ് കാവ്യഹേതു അല്ലാത്തത്. ക്ലിയർ അല്ലേ? ഓക്കെ, കുറച്ച് ഫാക്ട്സ് നോക്കാം. ആചാര്യ ബാമ ദോ കാവ്യഹേതു ബതാത്തെ ഹെ. ആചാര്യ ബാമ പറയുന്നത് 2 കാവ്യഹേതു ആണ്. ഒന്ന് പ്രതിഭ, 2 അഭ്യാസ്. പ്രതിഭ और अभ्यास. राजशेखर ने काव्य मीमांसा में 4 हेतु माने जाता है. രാജശേഖർ കാവ്യ മീമാംസ രചന ഇമ്പോർട്ടന്റ് ആണ്. അതിൽ 4 കാവ്യഹേതുക്കളാണ് പറയുന്നത്. പ്രതിഭ, व्युत्पन्नता, समाधि, अभ्यास. आचार्य मम्मट के अनुसार 3 काव्य हेतु है. शक्ति, പ്രതിഭ, ശക്തി തന്നെയാണ് പ്രതിഭ എന്ന് കൂടി പറയുന്നത്. നിപുണത തഥാ അഭ്യാസ്. ഓക്കെ, അപ്പം ഇങ്ങനെയും ചോദിക്കാം, ഓരോ ആചാര്യന്മാർ എത്ര എണ്ണാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അവർ പറഞ്ഞതിൽ വരാത്തത് ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ഭാരതീയ കാവ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ 10ാമത്തെ ചോദ്യം നോക്കാം. पश्चिमी हिंदी के 2 बोलियों का सही युग्म है. നമ്മുടെ ഭാഷാക്ക ഉദ്ഭവ വികാസിൽ നമ്മൾ 5 ഉപബോലികളും അതിന്റെ 5 ഉപഭാഷകളും അതിന്റെ ബോലികളും 18 ബോലികളും പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ് പശ്ചിമി ഹിന്ദിയിലെ 2 ബോലികളിൽ സഹി യുഗ്മ അല്ലാത്തത്. ഓപ്ഷൻ എ കനൗജി അവധി, ഭിടി ബോലി ബുന്ദേലി,
ऑप्शन सी व्रज बघेली, इनमें से कोई नहीं है. ഏതാണ് കറക്റ്റ് അല്ലാത്ത സഹി യുഗ്മ ഹെ, രണ്ട് എണ്ണത്തിലെ കറക്റ്റ് യുഗ്മ ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഖടി ബോലി ബുന്ദേലി. പശ്ചിമി ഹിന്ദിയില് ഖടി ബോലി, വ്രജ, ബുന്ദേലി, കനൌജി അല്ലെ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ അവധി ഒന്നും അല്ല വരുന്നത്. സോ അവധി തെറ്റാണ്, ബഖേലി തെറ്റാണ്, ഇൻമേസെ കോയി നഹീം തെറ്റാണ്. വരുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, ഖടി ബോലി ബുന്ദേലി. കുറച്ച് ഫാക്റ്റുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പശ്ചിമി ഹിന്ദിയിൽ വരുന്ന വാക്കുകളാണ്, നമ്മുടെ ബോലികളാണ്, പശ്ചിമി ഹിന്ദി ഉപഭാഷയിൽ വരുന്ന ബോലികളാണ് കൊടുത്തിട്ടുള്ളത്. കൗരവി, കൗരവിന് തന്നെ മറ്റൊരു പേരാണ് ഖടി ബോലി, അങ്ങനെ ചോദിക്കാറുണ്ട്. ഖടി ബോലിയുടെ മറ്റൊരു പേര് ഹരിയാൺവി, മറ്റൊരു പേര് ബാങ്കുരു, ബാങ്കുരു എന്ന പേരിൽ അറിയപ്പെടുന്ന ഹരിയാൺവിയാണ്. ദക്ഷിണി ഹിന്ദി വ്രജ, ബുന്ദേലി, കനൌജി. കൗരവി, ഹരിയാൺവി, വ്രജ, ബുന്ദേലി, കനൌജി. പൂർവി ഹിന്ദിയിൽ വരുന്നത് അവധി, ബഖേലി, ഛത്തീസ്ഗഡി. നമ്മൾ ABC എന്ന് വെച്ച് പഠിക്കാറുണ്ട് അല്ലെ. പൂർവി ഹിന്ദിയിൽ അവധി, ബഖേലി, ഛത്തീസ്ഗഡി. ക്ലിയർ അല്ലേ? ബാക്കിയുള്ളതൊക്കെ ഓർത്തെടുത്ത് പഠിക്കുക കേട്ടോ. പശ്ചിമി ഹിന്ദി, പൂർവി ഹിന്ദി, ബിഹാരി, പഹാടി ഒക്കെ ഓർത്ത് തന്നെ പഠിക്കണം, ക്ലൂ വെച്ച് തന്നെ പഠിക്കണം. സോ നമ്മളിവിടെ ഈ ഒരു സെക്ഷൻ വൈൻഡ് ചെയ്യാണ്. 10 ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് സ്ട്രീംസിൽ നിന്നാണ് നമ്മൾ നോക്കിയത്. എല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ചെയ്യാൻ പറ്റാത്തവരാരും ഏരിയ വീണ്ടും പഠിക്കുക. So do revision, do all the best. Okay, thank you. We'll stop here. Bye.